ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 പൃഥ്വിരാജ് ചിത്രങ്ങൾ. ഇതിൽ 10ാം സ്ഥാനത്ത് 3 കോടി ബഡ്ജറ്റിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത് 2006 പുറത്തിറങ്ങിയ ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്. വേൾഡ് വൈഡ് കളക്ഷനിൽ 25 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. 9ാം സ്ഥാനത്ത് ജീൻ പോൾ ലാൽ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി 5 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ബോക്സ് ഓഫീസിൽ നിന്നും 30 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് 10 കോടി ബഡ്ജറ്റിൽ സച്ചി പൃഥ്വിരാജ് സുകുമാരൻ ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് അയ്യപ്പനും കോശിയും. 34 കോടിയോളം ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യുകയും ചെയ്തു. 7ാം സ്ഥാനത്ത് 10 കോടി ബഡ്ജറ്റിൽ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി JK സംവിധാനം ചെയ്ത ചിത്രമാണ് യസ്ര. ബോക്സ് ഓഫീസിൽ നിന്നും 42 കോടിയോളം ഈ ചിത്രം കളക്ട് ചെയ്യുകയും ചെയ്തു. 6ാം സ്ഥാനത്ത് 7 കോടി ബഡ്ജറ്റിൽ നാദിർ ഷാ, പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത്, ജയസൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് അമർ അക്ബർ അന്തോണി. ബോക്സ് ഓഫീസിൽ നിന്നും 46 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംവിധായകന്റെ കുപ്പായമണിഞ്ഞ ഷാജി കൈലാസ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ 15 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കടുവ. ബോക്സ് ഓഫീസിൽ നിന്നും 46 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് 15 കോടി ബഡ്ജറ്റിൽ ഡിജോ ജോസ് ആന്റണി പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ജനഗണമന. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. RS വിമൽ 12 കോടി ബഡ്ജറ്റിൽ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. ബോക്സ് ഓഫീസിൽ നിന്നും 57 കോടിയോളം ഈ ചിത്രം കളക്ട് ചെയ്യുകയും ചെയ്തു. സംവിധായകൻ വിപിൻ ദാസ് പൃഥ്വിരാജ് സുകുമാരനെയും ബേസിൽ ജോസഫിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ബോക്സ് ഓഫീസിൽ നിന്നും 90 കോടിയോളം ഈ ചിത്രം കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രവും പൃഥ്വിരാജ് സുകുമാരന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവുമാണ് ആടുജീവിതം അഥവാ ദ ഗോട്ട് ലൈഫ്. സംവിധായകൻ ബ്ലസ്സി 82 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 160 കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു. താങ്ക് യു.